12ാം ക്ലാസ്സിൽ മദ്രസയിലൊക്കെ മതം വിട്ടവനെ കൊല്ലാന്ന് വരെ പഠിപ്പിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. കാഫിറോട് കൂട്ടുകൂടരുത്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്, അവരോട് അത്ര അങ്ങോട്ട് സഹകരണമൊന്നും വേണ്ട. ഇതൊക്കെയാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ മദ്രസ ശരിക്കും ഒരു ഇന്ത്യൻ സമൂഹത്തിൽ ബാൻ ചെയ്യേണ്ട സാധനമാണെന്ന് ഞാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഒരു മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ അറിയണം. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഹിന്ദു മതവിശ്വാസിയാണെന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മതത്തിലെ കാര്യങ്ങൾ പഠിക്കുന്നത്? ഞാൻ പറയാറ് പേപ്പട്ടി മതം എന്നാണ് പറയാറ്. മതവിദ്വേഷം എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന മതം ഇസ്ലാം തന്നെയായിരിക്കും. പക്ഷെ നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾ ജനടിവിയുടെ ആളായതുകൊണ്ടാണെന്നാണ് നിങ്ങൾ പറയുന്നത്. മദ്രസയിൽ പോയിട്ടുണ്ടോ? മദ്രസയിൽ ഒരെണ്ണത്തിലല്ല, 2 മദ്രസയിൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ മദ്രസയിൽ നമ്മൾ ടോപ്പറായിരുന്നു. എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വന്നത്? അതായത് ആ മതം നമുക്ക് തരുന്ന ഒരു പുരുഷ മേധാവിത്വ ബോധമുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ് പുരുഷന്മാർ എന്നാണ് ഇസ്ലാം പച്ചയ്ക്ക് പഠിപ്പിക്കുന്നത്. എന്തിനു മതത്തെ വേണ്ടെന്ന് വെച്ചു? വാടകയ്ക്ക് ഉസ്താദുമാരെ കിട്ടും. അത് ഉസ്താദുമാര് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു രീതിയാണ്. ആണായാലും പെണ്ണായാലും അത് തന്നെയാണ്. അതങ്ങനെയാണ്. മുസ്ലിമായ അങ്ങനെയാണ്. ആണ് പെണ്ണെന്നുള്ളതൊന്നും. അതിലൊരു കാര്യം പറയും, ഇപ്പൊ ഭാര്യയെ തല്ലാം എന്ന് ഇതിലുണ്ടെങ്കിൽ എന്തിന് അങ്ങനെ എഴുതി ചോദിക്കാൻ പാടില്ല. ഇതിനാണ് ഒരു എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കുന്നത്. ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾക്കെതിരെ, പടച്ചോനെതിരെ എന്തിനു സംസാരിക്കുന്നു എന്നുള്ള ചോദ്യം.